ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തേത് ഒരു ഇന്ത്യൻ ഡെസേർട്ട് റെസിപ്പിയാണ്, ഷാഹി തുക്ര. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. സെയിം അളവിൽ പഞ്ചസാരയും വെള്ളം എടുക്കുക. അതിൽ കുറച്ച് ഏലക്ക പൊടിച്ചും കൂടി ഇട്ടിട്ട് തിളക്കുന്ന വരെ നമ്മളിതിനൊന്ന് കുക്ക് ചെയ്യാണ്. തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബ്രെഡ് സ്ലൈസസ് ആണ്. ബ്രെഡ് സ്ലൈസസിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ബ്രെഡിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് ഓയിലിൽ ഫ്രൈ ചെയ്യാം. ട്രഡീഷണലി ഇത് ഗീ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗീ എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓയിലിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മാറ്റി വെക്കാം. ഇനി ഓയിലും ഗീ ഒന്നും കൂടുതൽ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി ബ്രെഡ്. അടുത്തതായിട്ട് നമുക്കിതിലേക്കുള്ള റബ്രി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാല്, കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ സാഫ്രോണ്, പിന്നെ ഏലക്കായ പൊടിക്കാത്തത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീഡിയം ഹീറ്റിലിട്ടിട്ട് ഇതിനൊന്ന് തിളക്കുന്നവരെ കുക്ക് ചെയ്യുക. പാല് തിളച്ച് വരുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടുള്ള നട്ട്സ്, അത് ഓപ്ഷണലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് കൊടുക്കും. അതേപോലെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലൊരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിതിനെ ചെറിയ തീയിലിട്ട് ഒരു ഇളക്കി കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്യണം, ഒരു ലേശം കട്ടിയാവുന്നത് വരെ. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വയ്ക്കുക. ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് സ്ലൈസസിന് ഷുഗർ സിറപ്പിൽ ഒന്ന് മുക്കിയതിന് ശേഷം, ഒരുപാട് ഇട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് ഈ റബ്ബർ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിന് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.